ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിരാമി. ഏവർക്കും സ്റ്റാർട്ട് നൗ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ആദ്യ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറ്റമിൻസിന് രണ്ടായിട്ട് തരംതിരിക്കുന്നതും പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും അല്ലേ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നവയെന്ന് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേഡ അല്ലേ. വൈറ്റമിൻ കെ, ഇ, ഡി, എ ഈ പറഞ്ഞ 4 വൈറ്റമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കേടാണ് അല്ലേ. അപ്പോൾ കേട എന്നതാണ് നമ്മളത് ഓർത്തിരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അത്തരത്തിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വൈറ്റമിൻ ഉദാഹരണമാണ്. ഈ വൈറ്റമിൻ അറിയപ്പെടുന്നത് ടോക്കോഫെറോൾ അല്ലേ. ഓരോ വൈറ്റമിൻസ് പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിമുകൾ കൂടി ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അതിൽ നിന്ന് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ഓരോ വൈറ്റമിൻസ് തരും, അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ബി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ തരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 വൈറ്റമിനാണ് നോക്കിയിരുന്നത്. വൈറ്റമിൻ എ അറിയപ്പെടുന്നത് റെറ്റിനാൾ എന്നാണ്. വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അറിയപ്പെടുന്നതാണ് ടോക്കോഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ 3 പോയിന്റുകളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണ്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അതുപോലെ തന്നെ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഒരു ഹോർമോൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ആണ് ഇ. അതുപോലെ തന്നെ നിരോക്സികാരി അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ആണ് ഇ എന്ന് പറയുന്നത്. കാരണം ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഹോർമോൺ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് ഈ വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത്. വൈറ്റമിൻ ഇ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്യൂട്ടി വൈറ്റമിൻ. കൂടാതെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യുൽപാദന പ്രവർത്തനവുമായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ആണ് പ്രത്യുൽപാദന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ. അതുകൊണ്ട് തന്നെ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ഒരു ഹോർമോൺ ആയിട്ട് നമ്മളുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നതാണ്. നിരോക്സികാരി അല്ലെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ, വാർദ്ധക്യം, അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ട് ആര് വരുന്നുണ്ട്? ഈ വൈറ്റമിൻ ഇ വരുന്നുണ്ട്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നാണ്. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ അറിയപ്പെടുന്നത് ഫിലോക്വിനോൺ എന്നാണ് വൈറ്റമിൻ കെ അറിയപ്പെടുന്നത്. ഈ വൈറ്റമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. ഇത് കൂടാതെ ഈ ഫിലോക്വിനോൺ എന്ന് പറയുന്ന പേര് കൂടാതെ വൈറ്റമിൻ കെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫൈറ്റോനാഡിയോം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്ന് ഇത്രയും കാര്യങ്ങൾ വൈറ്റമിൻ കെനെ കുറിച്ച് ഓർത്തിരിക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അതുപോലെ തന്നെ ഫിലോക്വിനോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. പ്രധാന ഫംഗ്ഷൻ ആയിട്ട് എന്ന് പറയുന്നതാണ് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുക. ക്യാബേജ്, കോളിഫ്ലവർ മുതലായ ഭക്ഷണ പദാർത്ഥങ്ങളിലാണിത് അല്ലെങ്കിൽ ഇതിലാണ് കാണപ്പെടുന്നത്. കുടലിലെ ബാക്ടീരിയകൾ ഈ പറഞ്ഞ വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഇപ്പോൾ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന 4 എണ്ണം, കെ, ഇ, ഡി, എ ഈ 4 എണ്ണമാണ്
കൊഴുപ്പിൽ ലയിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. രണ്ടെണ്ണമാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്, ബിയും സിയും. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സി ആണ്, വൈറ്റമിൻ സി. വൈറ്റമിൻ സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും ഈ വൈറ്റമിൻ സി അറിയപ്പെടുന്നുണ്ട്. നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് സി എന്ന് പറയുന്നത്. കൂടാതെ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. കൂടാതെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിൽ ലയിക്കുന്നതാണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ വൈറ്റമിൻ സിയുടെ കണ്ടന്റുകൾ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് നീരാവിയായിട്ട് പോകും അല്ലേ. അപ്പൊ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. അതുപോലെ തന്നെ ഇത് ഏതിലൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് ഇതിലൊക്കെയാണ് ഈ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇത് കൂടാതെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. യുവത്വം നിലനിർത്താനായിട്ട് ഇവ സഹായിക്കുന്നുണ്ട്. കൂടാതെ ത്വക്ക്, മോണ എന്നിവയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി നോക്കാം. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നുണ്ട്, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്, നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ആണ് PYQ ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു, കാരണം ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആയതുകൊണ്ട്. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് എന്നിവയിലാണ് ഇവർ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മൂത്രത്തിലൂടെ വിസർജിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ യുവത്വം നിലനിർത്താനായിട്ടും ത്വക്ക്, മോണ എന്നിവയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ മറ്റ് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് മുറിവ് ഉണങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ആണ് മുറിവുകൾ ഉണങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ആണ് നമ്മളുടെ വൈറ്റമിൻ സി. ഇത് കൂടാതെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വേറൊരു വൈറ്റമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? വൈറ്റമിൻ ഇ ഇല്ലേ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വൈറ്റമിൻ ആണ്. അതുകൂടാതെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ സി നമ്മളുടെ ബോഡിയിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് സ്കർവി. സ്കർവിനെ അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ സ്കർവി എന്ന് പറയുന്ന രോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാവികരുടെ പ്ലേഗ്. ഇത് തന്നെ നമ്മളുടെ PSCയുടെ PYQ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്കർവി എന്നും, അതുപോലെ തന്നെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? സ്കർവിയാണ്. അപ്പൊ ഈ രണ്ട് ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആൻസർ ആയിട്ട് എന്താണ് വരുന്നത്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി, അഥവാ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏതാണ്? സ്കർവി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഈ പ്ലേഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗാണുവാണ് ബാക്ടീരിയ ഇല്ലേ. ഈ രോഗാണു പ്രധാനമായിട്ടും ഈ രോഗാണുവിനെ വഹിക്കുന്ന ജീവിയാണ് എലി. എലിച്ചെള്ളുകളാണ് ഈ പ്ലേഗ് സ്പ്രെഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ജീവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലേഗിന്റെ നിർമ്മാർജ്ജനവുമായിട്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഹൈദരാബാദിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് നമ്മുടെ ചാർമിനാർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ പ്ലേഗ് ബാധിക്കുന്ന അവയവങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലിംഫ് നോഡ്, ശ്വാസകോശം, രക്തം ഇതിനെയൊക്കെയാണ് പ്രധാനമായിട്ടും പ്ലേഗ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ കറുത്ത മരണം എന്നറിയപ്പെടുന്ന അസുഖമാണ് പ്ലേഗ്. ഞാനിവിടെ ഇങ്ങനെ നാവികരുടെ പ്ലേഗ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. കറുത്ത പ്ലേഗ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന അസുഖമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന മറ്റൊരു അസുഖമുണ്ട്, ക്ഷയം. ഈ ക്ഷയം ബാധിക്കുന്ന
അവയവം ചോദിച്ചിട്ടുണ്ട്, ശ്വാസകോശത്തിനെയാണ് ക്ഷയം പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതാണ് സ്കർവി. അതിന് കാരണമാകുന്ന വൈറ്റമിൻ, ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തതയാണെന്ന് ചോദിക്കുന്നതെങ്കിൽ വൈറ്റമിൻ സി ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന അസുഖമാണ് പ്ലേഗ്. വെളുത്ത പ്ലേഗ് എന്നാണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ ക്ഷയമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക.